അപ്പോൾ സ്കൂളൊക്കെ അടച്ചു, വെക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മാസത്തിൽ കുറെ സിനിമകളും സീരീസുകളും വരുന്നുണ്ട്. ഈ മാസം തിയേറ്ററുകളിലും OTT-ലും റിലീസ് ആകുന്ന 30 അപ്കമിംഗ് ഫിലിംസ് ആൻഡ് സീരീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ലെറ്റ് us start, Maggie. ഹൈപ്പർ നൈഫ് എന്നൊരു കൊറിയൻ മെഡിക്കൽ ത്രില്ലർ സീരീസ് ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ 2-ാം തീയതി നാളെ റിലീസ് ആവുന്നുണ്ട്. ദ ബോൺസ് മാൻ എന്ന കെവിൻ ബേക്കൺ നായകനായി വരുന്ന ഹൊറർ ആക്ഷൻ സീരീസ് ഇത് ആമസോൺ പ്രൈം വീഡിയോയിൽ 3-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കും. പൾസ് എന്നൊരു മെഡിക്കൽ ഡ്രാമ സീരീസ് നെറ്റ്ഫ്ലിക്സിലും 3-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. മലയാളം 3D സിനിമ ലവ്ലി ഏപ്രിൽ 4-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. മാത്യു തോമസ് ആണ് പ്രധാന വേഷത്തില്. നമ്മുടെ തെലുങ്കിൽ നിന്നുള്ള രാജമൗലിയുടെ ഈച്ച മോഡൽ ഒരു പടമാണെന്ന് തോന്നുന്നു. ഇതിന്റെ ആനിമേഷൻ വർക്ക് തന്നെ 1 വർഷത്തോളമാണ് എടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. തമാർ പടാറിന് ശേഷം ദിലീഷ് കരുണാകരൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ആഷിഖ് അബു ആണ് പടത്തിന്റെ ക്യാമറ. മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര, മീര ജാസ്മിൻ തുടങ്ങിയവർ അഭിനയിച്ച തമിഴ് സ്പോർട്സ് ഡ്രാമ ടെസ്റ്റ് ഡയറക്ട് OTT റിലീസായി നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 4-ാം തീയതി വരുന്നുണ്ട്. മൈൻക്രാഫ്റ്റ് ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള സിനിമ എ മൈൻക്രാഫ്റ്റ് മൂവി ഏപ്രിൽ 4-ാം തീയതി തിയേറ്ററുകളിൽ റിലീസാകും. കർമ്മ എന്നൊരു കൊറിയൻ ക്രൈം ഡ്രാമ സീരീസും നെറ്റ്ഫ്ലിക്സിൽ 4-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ഓൾറെഡി പുറത്തൊക്കെ റിലീസായ ബ്രില്യന്റ് മൈൻഡ്സ് എന്ന ത്രില്ലർ സീരീസിന്റെ ഇന്ത്യൻ റിലീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ 5-ന് റിലീസ് ആവുന്നുണ്ട്. ഏപ്രിൽ 10-ന് ഒരു ലോഡ് സിനിമകളാണ് റിലീസ് ആവുന്നത്, ഇൻക്ലൂഡിംഗ് വിഷു, ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് കുറെ മലയാളം പടങ്ങളും വരുന്നുണ്ട്. ആദ്യം തന്നെ മമ്മൂക്കയുടെ ബസൂക്ക 10-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസാകും. ആദ്യം ഫെബ്രുവരി റിലീസ് പറഞ്ഞിട്ട് പിന്നെ മാറ്റിവെച്ച പടമാണ്. ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ചിത്രത്തിൽ ഗൗതം വാസുദേവ് മേനോൻ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ബാബു ആന്റണി, ഷൈൻ ടോം ചാക്കോ, ഭാമ അരുൺ, സിദ്ധാർത്ഥ് ഭരതൻ, ദിവ്യ പിള്ള തുടങ്ങിയ ഒരു വമ്പൻ താരനിരയുണ്ട്. ഇതിന്റെ മ്യൂസിക് സയ്യിദ് അബ്ബാസ് ആണ് നിർവഹിച്ചിരിക്കുന്നത്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാനയും 10-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. നസ്ലിൻ, ലുക്മാൻ, ഗണപതി, ബേബി ജീൻ, അനഘ രവി അങ്ങനെ വലിയൊരു കാസ്റ്റ് ഫിലിമിലുണ്ട്. വിഷ്ണു വിജയ് ആണ് ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. അജിത്തിന്റെ ആക്ഷൻ ത്രില്ലർ ഗുഡ് ബാഡ് അഗ്ലിയും ഏപ്രിൽ 10-ന് റിലീസ് ആവുന്നുണ്ട്. മാർക്ക് ആന്റണിക്ക് ശേഷം അധിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്യുന്ന പടമാണ്. തൃഷയാണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. പ്രഭു, പ്രസന്ന, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. GV പ്രകാശ് കുമാറാണ് ഇതിന്റെ മ്യൂസിക്. ബേസിൽ ജോസഫ് വ്യത്യസ്തമായ ഒരു ലുക്കിൽ വരുന്ന മരണമാസ് ഡയറക്ടഡ് ബൈ ശിവപ്രസാദ് ഏപ്രിൽ 10-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഒരു ഡാർക്ക് കോമഡി ഫിലിം ആണെന്നാണ് എന്റെ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് തോന്നുന്നത്. സുരേഷ് കൃഷ്ണ, ഷിജു സണ്ണി, അനീഷ്മ അനിൽകുമാർ, ബാബു ആന്റണി തുടങ്ങിയവരും പടത്തിലുണ്ട്. മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് കിളിയാണ്. ഇതിനോടൊപ്പം തന്നെ ഏപ്രിൽ 10-ാം തീയതി പ്രഭാസിന്റെ രാജാ സാബ്, സണ്ണി ഡിയോളിന്റെ ആക്ഷൻ പടം ജാട്ട്, ആമസോൺ പ്രൈമിൽ ഡയറക്ട് OTT റിലീസ് ആകുന്ന വയോള ഡേവിസിന്റെ ആക്ഷൻ മൂവി G20 എന്നീ പടങ്ങളും ഏപ്രിൽ 10-ന് റിലീസ് ആവുന്നുണ്ട്. കൂടാതെ ബ്ലാക്ക് മിററിന്റെ സീസൺ 7-ഉം നെറ്റ്ഫ്ലിക്സിൽ 10-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഏപ്രിൽ 11-ാം തീയതി സിവിൽ വാറിന് ശേഷം അലക്സ് ഗാർലൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൂവി വാർഫെയർ റിലീസ് ആവും. ഇതും A24ന്റെ പടമാണ്. റാമി മാലിക്കിന്റെ ആക്ഷൻ സ്പൈ ത്രില്ലർ ദ അമച്വറും, ഡ്രോപ്പ് എന്ന വേറൊരു ഇംഗ്ലീഷ് ത്രില്ലർ പടവും, അതുപോലെ ഡോഗ്മാൻ എന്ന ആനിം മൂവിയും ഏപ്രിൽ 11-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ദ ലാസ്റ്റ് ഓഫ് അസ് സീരീസിന്റെ സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിൽ ഏപ്രിൽ 13-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ആസിഫ് അലി നായകനായിട്ട് വരുന്ന മലയാളം കോമഡി ചിത്രം ആഭ്യന്തര കുറ്റവാളി ഏപ്രിൽ 17-ന് റിലീസ് ആവുന്നുണ്ട്. ആദ്യം ഏപ്രിൽ 3-ാം തീയതിയാണ് റിലീസ് എന്നാണ് പറയുന്നത്. പിന്നീട് പടത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റുകയായിരുന്നു. ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രം സിന്നേഴ്സ് ഏപ്രിൽ 18-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. അനുഷ്ക ഷെട്ടിയുടെ തെലുഗു ആക്ഷൻ ഡ്രാമ ഖാട്ടി ഏപ്രിൽ 18-ന് റിലീസ് ആവുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ത്രില്ലർ സീരീസ് യുവിന്റെ ഫൈനൽ സീസൺ 5 ഏപ്രിൽ 24-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ചൈനയിൽ ഈ വർഷം ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിച്ച ആനിം മൂവി നേജ 2 ഏപ്രിൽ 25-ന് ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 25-ന് തന്നെ മലയാളം കോമഡി ചിത്രം പെറ്റ് ഡിറ്റക്റ്റീവും തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനുമാണ് പ്രധാന വേഷങ്ങളിൽ. തെലുഗു ബിഗ് ബഡ്ജറ്റ് ചിത്രം കണ്ണപ്പ 25-ാം തീയതി റിലീസ് ആകും. മോഹൻലാൽ, അക്ഷയ് കുമാർ ഉൾപ്പെടെ പാൻ ഇന്ത്യൻ താരങ്ങളും പടത്തിൽ ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ 25-ന് റിലീസ് ആവുന്നുണ്ട്. ഉർവശി, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. ടോം ഹാർഡിയുടെ ഹാവോക്ക് എന്ന ആക്ഷൻ ചിത്രം 25-ാം തീയതി ഡയറക്ട് OTT റിലീസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. ദ അക്കൗണ്ടന്റ് 2 ക്രൈം ആക്ഷൻ മൂവി ഏപ്രിൽ 25-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. ദ ലെജൻഡ് ഓഫ് ഊച്ചി എന്ന സിനിമയും 25-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം അൺടിൽ ഡൗൺ എന്ന ഹൊറർ ത്രില്ലർ സിനിമയും 25-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആകും. അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ മാസം തിയേറ്ററുകളിലും OTT-ലും ഒക്കെ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിലേതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഇതിലെ ഏത് സിനിമയ്ക്കാണ് അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ശരി എന്നാൽ.